ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ വിശ്രമം നൽകി പുതിയ പ്രഭാതം കാണുവാനിടയാക്കിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 140 മുതൽ 144 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 141 സങ്കീർത്തനം 5 വാക്യം. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. എൻ്റെ തല അതിന് വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേയുള്ളൂ. സഹായത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് ഇത്. ശൗലിന്റെ ഉപദ്രവങ്ങൾ വർദ്ധിച്ചപ്പോൾ എഴുതിയതാകാമെന്ന് കരുതുന്നു. മാത്രവുമല്ല, 1 ശമൂവേൽ 24 അധ്യായത്തിൽ പറയുന്നതനുസരിച്ച് ഏൻഗതി ഗുഹയിൽ വെച്ച് ശൗൽ രാജാവിനെ നിഷ്കരുണം വധിക്കുവാനുള്ള സൗകര്യമുണ്ടായിട്ടും ആ ദുഷ്കൃത്യത്തിൽ നിന്നും ദാവീദ് ഒഴിഞ്ഞിരിക്കുകയും ശൗലിന് നന്മ ചെയ്യുകയും ചെയ്തു എന്ന്. ഈ സന്ദർഭമായിരിക്കാം ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ സങ്കീർത്തനം ഒരു സന്ധ്യാ പ്രാർത്ഥനയായാണ് വിശ്വസിച്ചു പോരുന്നത്. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. 1, നാവിനും ഹൃദയത്തിനും കാവൽ ആവശ്യപ്പെടുന്ന സങ്കീർത്തനക്കാരൻ. തെറ്റായ വാക്കുകൾ വലിയ നാശം വിതയ്ക്കാം. സംസാരത്തിന് നിയന്ത്രണം വേണ്ടതിനാൽ തൻ്റെ അധരദ്വാരം അഥവാ വായ് കാക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് സങ്കീർത്തനക്കാരൻ. പ്രാർത്ഥനയാകുന്ന പരിമള ധൂപം ഉയരേണ്ട അധരങ്ങളിൽ നിന്ന് ദുഷ്ടതയുടെ ദുർഗന്ധം ഉയരാനായിട്ട് പാടില്ലല്ലോ. കൂടാതെ ഹൃദയത്തെ ദുഷ്കാര്യത്തിനു ചായ്ക്കരുതേ എന്ന പ്രാർത്ഥന ചിന്തകളെ ദുഷ്കാര്യങ്ങളിലേക്ക് തിരിക്കരുതേ എന്നും ദുഷ്ടന്മാരോട് ചേർന്ന് പോകുവാൻ ഇടയാക്കരുതേ എന്നും ആയിരിക്കാം അവിടെ പ്രാർത്ഥിക്കുന്നത്. ദുഷ്ടചിന്തകളാണ് ദുഷ്പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈ സന്ധ്യാപ്രാർത്ഥനയിൽ സന്ധ്യയിൽ നിന്നും രാത്രിയിലേക്കുള്ള സമയങ്ങൾ എന്നത് ഇരുൾ കനത്തു വരുന്ന സന്ദർഭങ്ങളുമാണല്ലോ. അതിനാൽ ദുഷ്ടതയെ പ്രതിരോധിക്കുവാൻ ഇടയാക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെയും ജീവിതത്തിലും സ്വഭാവത്തിലും ആത്മനിയന്ത്രണം ആവശ്യമാണ്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. നമ്മുടെ ഹൃദയം ആത്മാവിൻ്റെ ആലയമാക്കുക. രണ്ടാമതായിട്ട്, തന്നെ തിരുത്തുന്നവരെ മാനിക്കുന്ന സങ്കീർത്തനക്കാരൻ. നീതിമാന്മാരും വിശുദ്ധരും തന്നെ ശാസിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണയായി സങ്കീർത്തനക്കാരൻ കരുതുന്നു. തൻ്റെ വിശ്വാസ സഹോദരങ്ങളുടെ തന്നെ അത്ര സ്വാദിഷ്ടമല്ല എന്ന് തോന്നുന്ന ശാസനകൾ പോലും തനിക്ക് കുളിർമ നൽകുന്നതായി സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു. അതാണ് കുറിവാക്യത്തിൽ നമ്മൾ കേട്ടത്. ആത്മീയ വളർച്ചയ്ക്ക് തിരുത്തൽ ആവശ്യമാണ്. സ്നേഹത്തോടെ നൽകുന്ന ശാസന നമുക്ക് അനുഗ്രഹം മാത്രമേ വരുത്തുകയുള്ളൂ. അവയെ സ്വീകരിക്കുവാനും വിനയത്തോടെ നമ്മെ തിരുത്തുവാനും നാം ഓരോരുത്തരും തയ്യാറാകണം. വിമർശനം, തിരുത്തലുകൾ ഇഷ്ടമല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇത്. എന്തു ചെയ്താലും ലൈക്ക്, കമന്റ്, ഷെയർ ആണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. തിരുത്തലുകൾ അപമാനമല്ല, പിന്നെയോ ആത്മീക വളർച്ചയുടെ അവസരമായിട്ട് അതിനെ സ്വീകരിക്കുക. മുതിർന്നവരിലൂടെ, ആത്മീയ നേതാക്കളിലൂടെ, ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആഹ്വാനങ്ങൾ നാം സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുന്ന അധരങ്ങളെയും നിയന്ത്രിതമായ നാവിനെയും ശുദ്ധമായ ഹൃദയത്തെയും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രലോഭനങ്ങളും തെറ്റായ സ്വാധീനങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിലാകുന്നു ഞങ്ങളായിരിക്കുന്നത്. കോപം, വിദ്വേഷം, വ്യാജവാർത്തകൾ, തെറ്റായ സൗഹൃദങ്ങൾ, അശുദ്ധമായ സംസാരം, ആത്മീയ അലംഭാവം, ഇവയിൽ നിന്നും ഞങ്ങളുടെ നാവിനെയും ഹൃദയത്തെയും സൂക്ഷിക്കുവാനും തിരുത്തലുകൾക്ക് വിധേയപ്പെടുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.